ആന്റണി രാജുവിൻ്റെ അയോഗ്യതയോടെ തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ മണ്ഡലം അത് ഇനി ഇടതുമുന്നണിയിൽ നിന്ന് ആര് മത്സരിക്കും എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയാണ്. ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകിയിരുന്ന സീറ്റിൽ ആന്റണി രാജുവിന് ഒരു പകരക്കാരനെ നിയോഗിക്കാൻ ആ പാർട്ടിക്ക് എന്തായാലും സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായി തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം CPM ഏറ്റെടുക്കുക എന്നതാണ് ഇടതുമുന്നണിയുടെ മുന്നിലുള്ള ചോയ്സ്. CPM-ഉം അങ്ങനെ തന്നെ ആലോചിക്കുന്നുണ്ടാകും. അങ്ങനെ CPM ഏറ്റെടുക്കുകയാണെങ്കിൽ സാമുദായിക സമവാക്യങ്ങൾ, ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തന പരിചയം, ഇതൊക്കെ ഘടകമാക്കി ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുക എന്നതാണ് CPM-ൻ്റെ മുന്നിലുള്ള വലിയ വെല്ലുവിളി. അങ്ങനെ CPM-ന് അവതരിപ്പിക്കാൻ കഴിയുന്ന ഈ സാമുദായിക സമവാക്യങ്ങളടക്കം അവർക്ക് അനുകൂലമായി വരുന്ന ഒരു സ്ഥാനാർത്ഥി പുല്ലുവിള സ്റ്റാൻലിയാണ്. അദ്ദേഹം CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. മത്സ്യത്തൊഴിലാളി സംഘടന, അത് CPM-വുമായി ബന്ധപ്പെട്ടുള്ള മത്സ്യത്തൊഴിലാളി സംഘടനയുടെ അഖിലേന്ത്യാ ഭാരവാഹിയാണ്. ഇപ്പോൾ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിൻ്റെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന നേതാവാണ്. തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് സ്കൂളിലെ പഴയ അധ്യാപകനായിരുന്നു. വിശാലമായ ശിഷ്യസമ്പത്ത് അടക്കമുള്ള കാര്യങ്ങളുള്ള പുല്ലുവിള സ്റ്റാൻലി എന്ന നേതാവിനെ അവതരിപ്പിച്ചാൽ സാമുദായിക സമവാക്യങ്ങൾ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലത്തീൻ കത്തോലിക്ക വോട്ടുകൾ അതിനിർണായകമാകുന്ന ഒന്നാണ്. ആ ലത്തീൻ കത്തോലിക്ക വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പുല്ലുവിള സ്റ്റാൻലിയെ CPM-ന് അവതരിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആന്റണി രാജുവിന് ഒരു നല്ല പകരക്കാരനെ അവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന നിലയിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. ഈ പുല്ലുവിള സ്റ്റാൻലി നേരത്തെ ഈ തിരുവനന്തപുരം വെസ്റ്റ് നിയോജക മണ്ഡലം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഈ മണ്ഡല പുനർനിർണയമൊക്കെ നടക്കുന്നതിന് മുമ്പ് അന്ന് ആദ്യഘട്ടത്തിൽ പരിഗണനാ പട്ടികയിലുണ്ടായിരുന്നയാളാണ്. അവിടെ നിന്ന് മാറി ഇപ്പോൾ സംഘടനാ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരാൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സെൻറ്റ് ജോസഫ് സ്കൂളിലെ അധ്യാപകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുള്ള വലിയ ബന്ധം, തിരുവനന്തപുരം നഗരത്തിനകത്ത് താമസിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നഗരമേഖലയിലെ വാർഡുകളിൽ അദ്ദേഹത്തിനുള്ള വ്യക്തിബന്ധങ്ങൾ, ഒപ്പം ഈ നേരത്തെ പറഞ്ഞ ശിഷ്യരുടെ ഒരു വലിയ വിശാലമായ നെറ്റ്വർക്ക്, ഈ തീരദേശ മേഖലകളിൽ മത്സ്യത്തൊഴിലാളി സംഘടനയുടെ അമരക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഒപ്പം സാമുദായിക സമവാക്യങ്ങൾ ഏകീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്നുള്ള പ്രഭാവം, ഇത്തരം ഘടകങ്ങളെല്ലാം പുല്ലുവിള സ്റ്റാൻലിയെ പോലെ ഒരു നേതാവിനെ തിരുവനന്തപുരം മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നതിൽ മെച്ചമുണ്ടാകുമെന്ന നിലയിലേക്ക് CPM-ൽ ചർച്ചകൾ വരും. CPM-ലെ പ്രമുഖരായിട്ടുള്ള മറ്റ് നേതാക്കന്മാരൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ സാമുദായിക സമവാക്യം അതിനിർണായകമാകുന്ന തിരുവനന്തപുരത്ത് ഈ ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽ നിന്നൊരാളെ സ്ഥാനാർത്ഥിയാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് CPM എത്തുകയാണെങ്കിൽ പുല്ലുവിള സ്റ്റാൻലി എന്ന ചോയ്സിലേക്ക് CPM എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.